നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകും എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. 1920 കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ്, നെഹ്റുവിൻ്റെ ജീവിത പങ്കാളി കമലാ നെഹ്റുവിന് ക്ഷയരോഗം പിടിപെട്ടു. ക്ഷയരോഗത്തിന് അന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭക്ഷണം നൽകുക, ശുദ്ധവായു ലഭിക്കുന്ന ഉയരം കൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുക എന്നീ നിർദ്ദേശങ്ങളിൽ മാത്രമാണ് ഡോക്ടർമാർ നൽകിയിരുന്നത്. അങ്ങനെ നെഹ്റു കമലയുമായി മുസോറിയിലെ മലമുകളിലുള്ള സാനിറ്റോറിയത്തിൽ എത്തി. എന്നാൽ അവിടെ നിന്നൊന്നും രോഗം ഭേദമായില്ല. നിസ്സഹകരണ സമരകാലമായിരുന്നു. 1924 സുഹൃത്തുക്കളുടെയും അച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയും നിർദ്ദേശമനുസരിച്ച് നെഹ്റുവും കമലയും ചികിത്സയ്ക്കായി ജനീവയിലേക്ക് പോയി. 1927 ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. രോഗത്തിൻ്റെ അവശതകൾക്കിടയിലും കമലാ നെഹ്റു ഗാന്ധിജി പ്രഖ്യാപിച്ച നിയമലംഘനത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പോലീസ് കമലയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്താകും കമലയുടെ ആരോഗ്യസ്ഥിതി എന്നതായിരുന്നു നെഹ്റുവിൻ്റെ ആശങ്ക. എന്നാൽ ആരോഗ്യത്തോടെ കമല പുറത്തു വന്നു. പിന്നീട് 1936 കമലാ നെഹ്റു മരണത്തിന് കീഴടങ്ങുന്നത്. രോഗവും സമരവും പ്രണയവും ജയിലും എല്ലാം ചേർന്ന് നീണ്ട 16 വർഷക്കാലമാണ് അവിടെ അവസാനിച്ചത്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഏതറ്റം വരെയും പോകും എന്ന ഉത്തരത്തിലാണ് നെഹ്റുവിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ടവൾക്ക് ക്ഷയരോഗം വന്നപ്പോൾ മസൂറിയിലേക്ക് പോകാൻ പറഞ്ഞു. മസൂറിയിലേക്ക് നിങ്ങൾക്ക് അവിടെ കൊണ്ടും രോഗം ഭേദമാവില്ല, ജനീവയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ജനീവയിലേക്ക് പോയി. ഒടുവിൽ കൂട്ടിരുന്നു, ഒപ്പമിരുന്നു 3-4.5 വർഷക്കാലം. അതിനുശേഷമാണ് പിന്നീട് നെഹ്റു കമലയും കൊണ്ട് തിരികെ വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയണം. അഥവാ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഏതറ്റം വരെയും പോകുന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ.